ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു പെർഫ്യൂം ബോട്ടിൽ എങ്ങനെ മോഡൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ട്യൂട്ടോറിയലും നിങ്ങളിലേക്ക് എത്ര പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ ബ്ലെൻഡർ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ടുള്ള ബോക്സ് ലൈറ്റ് ക്യാമറ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഫോൾഡർ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഫോൾഡറിന് ഫസ്റ്റ് ഫോൾഡർ റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറായിട്ട് തിരിക്കുകയാണ്. സെക്കൻഡ് ഞാൻ പെർഫ്യൂം എന്ന് പറയുന്ന ഒരു ഫോൾഡറായിട്ട് തിരിക്കുകയാണ്. തേർഡ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അത് ഞാൻ BG എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറായിട്ട് തിരിക്കുകയാണ്. ഫോർത്ത് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ ക്യാം ആൻഡ് ലൈറ്റ് ആയിട്ട് തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. എക്സ്ട്രാ വരുന്നത് ഞാൻ അതിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു ഫോൾഡറായിട്ട് തിരിക്കുകയാണ്. ഓക്കെ, ഇതെന്താ തിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇമേജ് കൊണ്ടുവരുന്നത്, റെഫറൻസ് ഇമേജ് കൊണ്ടുവരുന്നത് ഞാൻ അതിൽ കൊണ്ടിട്ടാണ്. ബാക്കി ഓരോ സെക്ഷനാക്കി തിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ റെഫറൻസ് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആക്റ്റീവ് ആക്കി എന്നിട്ട് ഞാനൊരു ഹാഫ് ആക്കി. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും, സീ ത്രൂ പോലെ. ഓക്കെ, ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ഞാൻ ബാക്കിലേക്ക് ലാഷ് ഒന്ന് ഇറക്കി വെച്ചു. ഓക്കെ, നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ സെലക്റ്റബിൾ ടൂളിൽ വന്നിട്ട് സെലക്ഷൻ ഓൺ ആക്കിയിട്ട് എന്നിട്ട് ഞാനത് ലോക്ക് ചെയ്തു. പിന്നെ എനിക്ക് അത് സെലക്ട് ആവില്ല, ലോക്കായി കിടക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതടക്കം സെലക്ട് ചെയ്ത് മൂവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സെറ്റ് ചെയ്തത്. ഞാനൊരു സിലിണ്ടർ എടുത്തു. അതിന് തന്നെ ഞാൻ എന്നിട്ട് ബോത്ത് സൈഡ് ഈക്വലാക്കി നോക്കുകയാണ്. ഓക്കെ, കറക്റ്റാണ്. ഞാനതിനെ അടിയിലേക്ക് ഇറക്കി വെച്ചു. ഈ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്തു. ദെൻ ഞാൻ മുകളിലും അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഫേസ് സെലക്ട് ചെയ്തിട്ട് ടോപ്പ് ഫേസ് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്തു. ഞാൻ പ്രസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്തു. നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്കെയിൽ ചെയ്തു. ഞാൻ ഒരു വട്ടം കൂടി പ്രസ് ചെയ്തു, എക്സ്ട്രൂഡ് ചെയ്ത് ടോപ്പ് കൊണ്ട് വെച്ചു. അപ്പോൾ ഏകദേശം നമ്മളെ ബോട്ടിലിൻ്റെ ഒരു ബേസിക് ഷേപ്പായി. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുക. എന്നിട്ട് ഞാൻ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഇന്നർ കൊടുത്തു. ദെൻ സെയിം പൊസിഷനിൽ ഞാൻ തിക്നെസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാണ്. പ്രസ് ചെയ്തു, പ്രസ് ചെയ്തു. ദെൻ ഓപ്പോസിറ്റ് കൊണ്ട് വെച്ചു. പ്രസ് ചെയ്തിട്ട് ആ ഗ്ലാസിൻ്റെ ഒരു തിക്നെസ് കാണുന്നില്ല, ആ ഒരു പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. ദെൻ സ്കെയില് പിന്നെ ഒന്നുകൊണ്ടും പ്രസ് ചെയ്തു, സ്കെയിൽ ചെയ്ത് കൊടുത്തു. ദെൻ അഗെയിൻ സ്കെയില് പ്രസ് ചെയ്തു. ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്തു. ദെൻ അടിച്ചു, മെർജ് ചെയ്തു സെൻറ്ററായിട്ട്. അതിൻ്റെ ബോട്ടം ഞാൻ അതിൻ്റെ പൊസിഷനിങ് ഒക്കെ ആകെ ചേഞ്ച് ചെയ്ത് കിടക്കണം. അപ്പോൾ ഞാനൊന്ന് ക്ലിയർ ചെയ്യാണ് ട്രാൻസ്ഫോർമേഷൻ. അതിനുശേഷം എഡ്ജ് സെലക്ട് ചെയ്യാണ്. ടോപ്പ് എഡ്ജിലേക്ക് മാറ്റി എഡ്ജ് സെലക്ട് ചെയ്തു. എഡ്ജ് ഓക്കെ, Ctrl V അടിച്ചിട്ട് എനിക്ക് അവിടെ കർവ് ആവണം. അപ്പോൾ ജസ്റ്റ് ഞാൻ സെഗ്മെൻ്റ് ആഡ് ചെയ്തെടുത്തു. Ctrl V ബെവൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ സെയിം എഡ്ജ് സെലക്ട് ചെയ്തു. Ctrl V അവിടെ അത്രയ്ക്കധികം വേണ്ട, അപ്പോൾ എല്ലാവരും കൊടുത്തു. ഓക്കെ, ഓക്കെ, ടോപ്പ് സൈഡ് വന്നിട്ട് സെലക്ട് ചെയ്തു, എഡ്ജ് സെലക്ട് ചെയ്തു, Ctrl V
ഓക്കെ, അത്ര മതി. അതുപോലെ ബോട്ടം ഉള്ളിൽ നോക്കാം. ഓക്കെ, ആ ഒരു എഡ്ജ് സെലക്ട് ചെയ്തു, Ctrl B അടിച്ചു. ഓക്കെ, അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു സെഗ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. Command R അടിച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എഡ്ജ് സെലക്ട് ചെയ്യുക, Ctrl B അടിക്കുക. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ആഡ് ചെയ്യണം. അപ്പം ഞാൻ യൂസ് ചെയ്യണ കീ I ആണ്. ഇൻസെർട്ട് ചെയ്തു നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ മെർജ് ചെയ്തു സെൻറ്റർ. ഇനി ഞാൻ സെഗ്മെൻറ്റ് ആഡ് ചെയ്യണം. ഇവിടെ Command R അടിക്കുക. എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 6 ആണ് കൊടുക്കുന്നത്. ഓക്കെ, സെയിം ഉള്ളിൽ ഞാൻ ആഡ് ചെയ്യാണ്. 6 തന്നെ Command R അടിച്ച് ആഡ് ചെയ്തു. ഓക്കെ, ഡൺ. ഏകദേശം ഒരു ബോട്ടിലിൻ്റെ ഒരു ഷേപ്പായി. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും എഡിറ്റ് മോഡാക്കിയിട്ട് ഫേസ് സെലക്ട് ചെയ്തു, സെൻറ്റർ സെലക്ട് ചെയ്യുക, ദെൻ Ctrl പ്രസ് അടിക്കുക. അപ്പോൾ ആഡ് ആയിക്കൊണ്ടിരിക്കും, ലൂപ്പ് ആഡായി. നമുക്ക് എത്ര വേണ്ടോ, ഞാൻ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഒരു പൊസിഷനിൽ അതിൻ്റെ ഒരു കോപ്പി വേണം. ഷിഫ്റ്റ് D അടിക്കുക, ദെൻ മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് സെയിം പൊസിഷൻ ക്രിയേറ്റ് ആവും. എന്നിട്ട് P അടിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോപ്പി സെപ്പറേറ്റ് ആയി കിട്ടും. ഓക്കെ, ഞാൻ അതിനെ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുകയാണ്. മറ്റേതിന് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടും കൊടുത്തു. അപ്പോൾ രണ്ടും രണ്ടായി. എനിക്ക് ടോപ്പ് പൊസിഷൻ ഓപ്പൺ ആയിട്ട് എടുക്കുന്നത്, അത് ഞാൻ ക്ലോസ് ചെയ്യാണ്. എഡ്ജ് സെലക്ട് ചെയ്യുക, F പ്രസ് ചെയ്യാം, ഫില്ലായി. ദെൻ ഇൻസെർട്ട് ചെയ്തിട്ട് സെൻറ്റർ നേരെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അറ്റ് സെൻറ്റർ കൊടുക്കുക. ഓക്കെ, സ്മൂത്ത്. ഓക്കെ, സെലക്ട് ചെയ്യുക. ആഡ് ഓൺസിൽ ആഡ് മോഡിഫയറിൽ സബ്ഡിവിഷൻ കൊടുക്കുക. ഞാനൊരു 3 എനിക്ക് വ്യൂ കാണണം. 3 to 4 ഫിഷ് 2 ടൈം പറ്റിയാൽ മതി. ഓക്കെ, സെയിം ബോട്ടിൽ നിന്നും കൊടുക്കുകയാണ്. സബ്ഡിവിഷൻ സർഫേസ് 2, 3, 4. ഓക്കെ, ആഡായി. ഇനി ഓക്കെ, ഇപ്പോൾ ബോട്ടിലും ആ ഒരു പെർഫ്യൂമിൻ്റെ സെക്ഷനും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ടോപ്പ് എൻ്റെ ക്യാപ്പ് വേണം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ എടുത്തു. സർക്കിളിനെ ഞാൻ സ്കെയിൽ ചെയ്തിട്ട് ആ ഒരു ഇമേജിൻ്റെ സൈസിലേക്ക് ചേഞ്ച് ചെയ്തു. ദെൻ എഡിറ്റ് മോഡാക്കുക. ഓക്കെ, പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ സെലക്ട് ആവും. എന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ എക്സ്ട്രൂഡായി. ദെൻ ഫില്ല് ചെയ്യുക. ഫില്ലിന് F ടൂൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ അതിനെ സെഗ്മെൻ്റ് ഇടയാണ്. എനിക്ക് ആ ഒരു കട്ടിങ് കറക്റ്റായിട്ട് 3 കട്ടിങ് ഉണ്ട്. Command R അടിക്കുക. ഇത് കഴിഞ്ഞിട്ട് എമൗണ്ട് കൂട്ടി കൊടുക്കുക. 3 ആണ് നമ്പർ ഓഫ് കട്ട് വേണ്ടത്. ദെൻ Command B അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കിട്ടും. എന്നിട്ട് ആ ഫേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എലോങ് എക്സ്ട്രൂഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. ഏതാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. ഓക്കെ, ദെൻ എഡിറ്റ് മോഡ് എടുക്കുക. എഡ്ജ് സെലക്ട് ചെയ്യുക. Command B ബേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആവശ്യത്തിൽ കിട്ടി. ഇനി നമുക്ക് ഈ എഡ്ജസ് ഒക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെലക്ട് ചെയ്യുക. ഏതൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, Command B. ഓക്കെ, സെലക്ട്. ഓക്കെ, സെലക്ട് ചെയ്തു. Command B അടിച്ചു. ഓക്കെ, നമുക്കൊരു ലേശം മതി, ഷാർപ്പാ വരുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് റിഫ്ലക്ഷൻ കിട്ടും അവിടെ കറക്റ്റ്. ഓക്കെ, 3. ഓക്കെ,
ഇനി ഇൻസെർട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് കൊടുക്കുക. ഓക്കെ, ഐ ദെൻ ലാസ്റ്റത്തെ എം സെലക്ട് ചെയ്യുക. ഷോർട്ട് കട്ട് ചെയ്യാൻ മടിക്കുമ്പോൾ മെർജ് ചെയ്യാൻ പറ്റും. സെൻറ്റർ കൊടുക്കുക, മെർജ് സെൻറ്റർ കൊടുക്കുക. അതിന് ഞാൻ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുകയാണ്. എനിക്കിനി ഇതിന് തിക്നെസ് വേണം. അപ്പോൾ തിക്നെസ്സിന് വേണ്ടിയിട്ട് എഡ്ജ് സെലക്ട് ചെയ്യുക, എഫ് അടിക്കുക. എന്നിട്ട് ഐ അടിച്ചിട്ട് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമ്മൾ ഇതെടുക്കുക. എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. ഉള്ളിലത്തെ ഫേസ് സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡിലോട്ട് എടുക്കുക. ഈ പ്രസ് ചെയ്യുക, വയർ ഫ്രെയിം ആക്കി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ ഒരു പൊസിഷനിലാണ് വേണ്ടത്. ഓക്കെ, ദെൻ സംഭവമായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ബെവൽ ചെയ്ത് കൊടുക്കുക. കമാൻഡ് ബി, എഡ്ജ് സെലക്ട് ചെയ്യുക. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, കമാൻഡ് ബി അടിക്കുക. അപ്പോൾ നമുക്ക് കർവ് ഒരു സ്മൂത്തായി കിട്ടും. ഓക്കെ, ഫേസ് സെലക്ട് ചെയ്തിട്ട് ഐ ഓക്കെ, സെൻറ്റർ. ദെൻ കമാൻഡ് ആർ കൊടുക്കുക. ഓക്കെ, അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തൊരു 4. അതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്മൂത്തനിങ് വർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, എനിക്കിനി വേണ്ടത് ആ ലോഗോ എന്ന പൊസിഷൻ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് 2 രീതിയിൽ ടെക്സ്ചർ ചെയ്യാം. ഒന്ന് ഇതിൽ തന്നെ ടെക്സ്ചർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആ ഫേസ് സെലക്ട് ചെയ്തിട്ട് അതിന് മാത്രം ഈ ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കോപ്പി എടുത്തിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു പൊസിഷനിൽ എഡ്ജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു എമൗണ്ടാണ് വേണ്ടത്. ഇനി അത്രയും പോർഷൻസ് നമുക്ക് സെലക്ട് ചെയ്യണം. ഫേസ് സെലക്ട് ചെയ്യുക, ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത് എനിക്ക് വേണ്ടത് ഒന്നുകൂടി വേണം. ഓക്കെ, ബോത്ത് സൈഡ്. ഒന്നുകൂടി ഉണ്ട്. ഓക്കെ, ഷിഫ്റ്റ് ഡി. അടിച്ചു, കോപ്പി എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, പി പ്രസ് ചെയ്തു, സെപ്പറേറ്റ് ആക്കി. അതിൻ്റെ നെയിം ചെയ്ത് കൊടുക്കുകയാണ്, ലോഗോ. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പൊടിക്ക് ഫ്രണ്ടിലേക്ക് നീക്കി വയ്ക്കുക, കയറ്റി വയ്ക്കുക, ടച്ച് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ. ഓക്കെ, പൊടിക്ക്. ഓക്കെ, അതിന് ശേഷം സ്മൂത്ത് ചെയ്തു. അപ്പോൾ നമുക്ക് എഡ്ജൊന്നും കർവ് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കമൻറ്റ് ആള്. ഓക്കെ, ഇനി മൂവ് ചെയ്യുക. ഉള്ളിലേക്ക് അടിയിലത്തെ പൊസിഷനിലും കൊടുക്കുക. ഓക്കെ, അവിടെ മൂവ് ചെയ്തു, സെറ്റ് ചെയ്ത് കൊടുത്തു. അവിടെയും സെറ്റ് ചെയ്യുക. 2 ബോത്ത് സൈഡിൽ കൊടുക്കുക. ഓക്കെ, ഡൺ. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടി കറക്റ്റ്. ഇതിന് നമ്മൾ സബ്ഡിവിഷൻ സർഫേസ് ആഡ് ചെയ്ത് കൊടുക്കുക. 2, 3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക എന്താവശ്യമുണ്ട്. ഓക്കെ, ഫയൽ എപ്പോഴും സേവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ആപ്പിൽ ഒന്ന് പോകുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇരട്ടിപ്പണിയാണ്. സോ സേവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇതാണ് ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരാം, കമൻറ്റ് തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനൊരു ഇൻസ്പിറേഷനാണ്. സോ താങ്ക് യു.